പണ്ട് ഞാനൊരു പാട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടയറുള്ളൂ എന്ന കേസിനൊക്കെ. അതുപോലെ ഒരു സിനിമ ഞാൻ റീസെൻ്റ്ലി കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ. സോ സിനിമയുടെ പേര് നമ്മൾ പറയുന്നില്ല, കാരണം തീമും സിനിമയുടെ പേരും എല്ലാം സിമിലറാണ്. യൂട്യൂബിലുണ്ട് ഫ്രീ ആയിട്ട് ഇൻസൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. വെറുതെ ഞാനോ അനുഭവിച്ച് നിങ്ങളും കൂടെ അനുഭവിക്കേണ്ട എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സിനിമ അതിൽ 2 നായികമാരാണുള്ളത്. നായിക എന്ന് ഒരാളെ പറയാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ഹാഫിലൊരു നായിക, സെക്കൻഡ് ഹാഫിൽ മറ്റൊരു നായിക. ആ നായിക വന്നിട്ട് വില്ലത്തി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, നെഗറ്റീവ് റോളാണ്. ഹോൾ സിനിമയിലും ഒരു നായകനേ ഉള്ളൂ. സോ ഫസ്റ്റ് ഹാഫിലെ നായികയും അവരുടെ ഒരു റിലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേൾക്കുമ്പോൾ നല്ല ത്രില്ലിംഗ് ആയിരിക്കും. ഇതിനകത്ത് ഇവരുടെ റിലേഷൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു നായികയും നായകൻ്റെ ഒരു പെണ്ണുകാണൽ ചടങ്ങോട് കൂടിയാണ്. അപ്പോൾ അതിനകത്ത് നായിക ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവളുടെ അച്ഛനെ കൺവിൻസ് ചെയ്യിക്കാൻ, എനിക്ക് ഇവനെയാണ് ഇഷ്ടം, ഇവനെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല, കാരണം പുള്ളിക്കാരൻ ജോലിയൊന്നുമില്ല. അപ്പോൾ നായകൻ്റെ അച്ഛൻ അവിടെ അടുത്തിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എൻ്റെ മോനെ എന്താ അക്സെപ്റ്റ് ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ നായകയുടെ അച്ഛൻ പറയും മോന് ജോലി ഇല്ലാത്തതുകൊണ്ടാണ്. അത് കേട്ട് ആ പാവം അച്ഛൻ സ്വന്തം മാന് വേണ്ടിയിട്ട് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിലൂടെ നേടിയെടുത്ത സെൻട്രൽ ഗവൺമെൻറ് ജോലി നടിക്കടി ആ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. ഈ ഒരു സീനും സിനിമയുടെ ബിഗിനിങ്ങും എല്ലാം ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു തീമിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടത്തേക്കെന്നാണ്, നമുക്ക് പേര് പറയാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഈ ഫുൾ സിനിമയുടെ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ജോലി അദ്ദേഹം VRS എടുത്തിട്ട് മകന് കൊടുക്കാം എന്ന് പെണ്ണിൻ്റെ അച്ഛനടുത്ത് പറയാണ്. അങ്ങനെ അവന് ജോലിയാവുമല്ലോ, അപ്പോൾ എങ്കിലും നിങ്ങളുടെ മോളെ ഞാൻ എൻ്റെ മോനെ കെട്ടിച്ചു തരുമല്ലോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ സമ്മതിച്ചു, ഓക്കെ മോളെ കെട്ടിച്ചു തരാനായി. അപ്പോൾ ആ സീൻ കഴിഞ്ഞ ഉടനെ അടുത്തതിനകത്ത് ഇവള് നമ്മുടെ നായകന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക വാട്സപ്പിൽ. അപ്പോൾ ഇവരൊക്കെ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് മെസ്സേജ് എൻ്റെ നായകന് അൾട്ടിമേറ്റ് പുച്ഛമാണ് എൻ്റെ മുഖത്ത്. അവർ ഭയങ്കര എക്സെപ്റ്റ് ഒന്നും ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പബ്ബിൽ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാണ്. എന്നിട്ട് അവിടെ ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്ത് അവൻ പേ ചെയ്തു. അപ്പോൾ തൊട്ടാണ് നമ്മുടെ സിനിമ മറിയാൻ തുടങ്ങുന്നത്. ഓക്കെ, പേയ്മെൻറ്റിൽ ബ്ലാക്ക് മണി ആയിരുന്നു പോയത്. അപ്പോൾ ഇവരെ പോലീസ് പിടിച്ച് ഇവർ രണ്ടുപേരും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നു. സാധാരണ ഇതിലൊരു ലോജിക്കില്ലാതെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുമ്പോൾ പോലീസ് സിനിമയിൽ ലോജിക്ക് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ ഇതിൽ ആക്ച്വലി കുറച്ചൊക്കെ ലോജിക്കുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനിൽ ചെന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ പെണ്ണിനെ എന്തൊക്കെയോ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ആരൊക്കെ എന്തൊക്കെയോ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ പൊതുവെ അവിടെ ഇക്കാലത്രയുള്ള ഒരു ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നായകൻ ഓടിച്ചെന്ന് ആ പോലീസുകാരെ ഇടിച്ച് പ്രശ്നമാക്കുന്നു. അപ്പോൾ തിരിച്ചവർ അവരുടെ യൂണിഫോമിൻ്റെ പവർ കാണിക്കുന്നു. അങ്ങനെ അവൻ ജയിലിലാകുന്നു. അങ്ങനെ എക്സട്ര ഇതായിട്ടില്ല, ക്ലീശയല്ലേ വരും. ഇതാണ് ചേഞ്ചറാണ്. നായകൻ ബുദ്ധി കൊണ്ടാണ് കളിച്ചത്. അവൻ വാക്കുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ, സാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ലേഡി കോൺസ്റ്റബിളിനും കൂടെ ചേർത്തിട്ട് ചോദ്യം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഈ ഡയലോഗ് കഴിഞ്ഞ ശേഷം അവിടുത്തെ ഓഫീസേഴ്സൊക്കെ, അവിടുത്തെ CIO അങ്ങനെ ആരോ ആണത്, അദ്ദേഹം അവളെ ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ചും കൂടെ മോശമായി വന്നുകൊണ്ടിരിക്കുക. ഇവരുടെ ഓരോ ഡയലോഗിലും പെട്ടെന്ന് നമ്മുടെ അച്ഛനോട് പ്രത്യക്ഷപ്പെടുന്നു വിത്ത് ഒരു വക്കീലുമായിട്ട്. എന്നിട്ട് ഇവളെ ജാമ്യത്തിലിറക്കി കൊണ്ടുപോകണം. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അച്ഛ അവനെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേനും അച്ഛൻ പറയും അവൻ്റെ കാര്യം അവൻ്റെ അച്ഛൻ നോക്കുള്ളൂ പറയും. അത് കേട്ട് ഇവളങ്ങ് പോവാണ് അച്ഛൻ്റെ കൂടെ. ഇതിവിടെ കൊണ്ടൊന്നും തീർന്നില്ല. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവും കൂടെ ഇവിടെ കുറച്ച് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ മുന്നേ അടുത്ത സീനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവള് പോയി അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഈ CA ആയിട്ട് ഇവൻ കോർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ പത്രക്കാരെ വിളിച്ച് വരുത്തി അവരുടെ മുന്നിൽ വെച്ച് ഒരു കോൺഫറൻസ് പോലെ പറയണം ഇവൻ ഈ പറയുന്ന ബ്ലാക്ക് മണി മാഫിയയുടെ ഒരു ഹെഡ് തലവനാറൊക്കെ എന്നുള്ള ഇതിൽ എന്തൊക്കെയോ പറയുന്നു. അവൻ്റെ ആ ഒരു ഫ്യൂച്ചർ തന്നെ നശിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ അവനെന്തോ ഒരു എക്സാം ഉണ്ട്, ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ അവന് എന്തോ അവനെ റിജക്റ്റ് ചെയ്യുമോ അങ്ങനെ എന്തൊരു കേസൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ അവൻ്റെ ലൈഫ് സ്പോയിലാവുന്നൊരു സീനാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി എൻ്റെ വ്യൂ. ഇപ്പോൾ ഞാനാണ് ഈ പെൺകുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ ഡെഫിനറ്റ്ലി ഓക്കെ, ശരി എന്നെ കൊണ്ടുപോകുന്നതിന് നമുക്കൊന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. പാരൻസിൻ്റെ ലെവലിൽ നിന്ന് ചിന്തിച്ചിട്ട് ഓക്കെ നമ്മളത് നേരം പോസ്റ്റ് സ്റ്റേഷനിൽ ഇരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും കൊണ്ടുപോകുക. പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ സിനിമയുടെ ബിഗിനിങ്ങിൽ തന്നെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ 6 വർഷത്തെ പ്രണയമാണ്. അപ്പോൾ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവന് വേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ ഇവൾക്ക് പോകാമായിരുന്നു. ഞാനാണെങ്കിൽ പറഞ്ഞിരുന്നതിന് അച്ഛ ഇവനിങ്ങനെ ഒറ്റയ്ക്ക് എത്താൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ അച്ഛൻ്റെ പരിചയമുള്ള ഏതെങ്കിലും വേറെ വക്കീലിനെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യുക, എന്തായാലും ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെ ഇറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പം വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റണം. കാരണം സിനിമയിൽ അവൾ വിളിച്ചിട്ടാണ് അവൻ ആ പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും പാർട്ടിയോ പബ്ബിലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ എൻ്റെ
ഫിയാൻസിനെ വിളിക്കുന്നു. അപ്പോൾ ആൾ വരുന്നു, ഇങ്ങനെ പ്രശ്നമാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ റെസ്പോൺസിബിലിറ്റി എനിക്കും ഉണ്ട്. കാരണം ഞാൻ വിളിച്ചിട്ട് ആൾ വന്നു പോകുന്നത് കാര്യം. ഈ പറയുന്ന ഫിയാൻസി എന്നൊരു കാറ്റഗറിയിലല്ലാതെ പോലെ ഒരു മനുഷ്യജീവി എന്ന പരിഗണനയിൽ എന്തെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ട് ഞാൻ ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ പിന്നെ ഞാനെന്ന് വിചാരിക്കാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇവിടെ പോലെ ഇങ്ങനെ നട്ടല്ലില്ലാതെ കൃത്യമായി പറയാം ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിങ് പിന്നെ എങ്ങനെ ആളുടെ മുഖത്ത് നോക്കാൻ പറ്റും. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള സീൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബ്ലഡ് തിളയ്ക്കും. ഓക്കെ, സോ എൻ്റെ ഒരു അഭിപ്രായമാണിത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇങ്ങനെ അവളുടെ സൈഡാണോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓക്കെ.